എന്ത് ഒന്നും വേണ്ടിയില്ല, അനുരാഗം മൂളും ഗന്ധർവ്വം ആ പാട്ട് അതൊക്കെ നല്ല രസമല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പാട്ട് ഇത് കേട്ടിട്ട് എടുക്കാന്ന് വെച്ചത് ഞാൻ നോക്കിയപ്പോ ഞാൻ ഒഴിച്ച് വേറെ എല്ലാവരും മരിച്ചു കളയില്ല. മുരളിച്ചേട്ടൻ, ഒടുവിലുണ്ണേട്ടൻ, ഗീതാ സലാമക്ക, എരിഞ്ഞുള്ളി മൂസക്ക, പിന്നെ ഞാനാണ്. നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് ഇപ്പൊ അവസാനം നമ്മളെയൊക്കെ കരയിപ്പിച്ച് മറ്റാരുമല്ല സലീം കുമാറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ സലീം കുമാർ അഭിനയിച്ച പല ചിത്രങ്ങളിലെയും ഡയലോഗുകൾ പറഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട് അല്ലെ. അപ്പം ഈ പുള്ളിയുടെ മരണ വാർത്ത ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തി നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കിടിലം പടങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു മനുഷ്യന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിവാൽ കല്യാണമാണ്. പുലിവാൽ കല്യാണം ഞാൻ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതിനകത്ത് ഓരോ സീൻസും എനിക്ക് കാണാപ്പാടമാണ്. കാര്യം പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഓരോ കോമഡി സീൻസും, ആ പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അതായത് എത്ര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഭയങ്കര സ്ട്രെസ് റിലീഫാണ് ഈ പുള്ളിയുടെ പല മൂവീസും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഇപ്പോഴും പണ്ട് അഭിനയിച്ച പടങ്ങളുടെ ട്രോളുകൾ ഇപ്പോഴും വരാറുണ്ട്. അതായത് ആരെ പറ്റി ട്രോളണമെങ്കിലും സലീം കുമാർ അഭിനയിച്ച ഏതെങ്കിലും ഒരു പടത്തിന്റെ സീൻസ് എടുത്ത് വെക്കും. കാര്യം അങ്ങനെയുള്ള സാധനങ്ങളാണ് പുള്ളി നമുക്കൊക്കെ തന്നിരിക്കുന്നത്. എന്തായാലും കുറെ നാളുകളായിട്ട് ഈ പുള്ളിക്കാരന് കരൾ സംബന്ധമായിട്ടുള്ള അസുഖമായിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കുറെ നാളുകൾക്ക് മുന്നേ കഴിഞ്ഞതാണ്. അതിനുശേഷവും പുള്ളി പ്രോപ്പറായിട്ട് റിക്കവർ ആയിട്ടില്ലായിരുന്നു. നല്ലൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു സ്മോക്കിങ്ങിന്റെ ആ ഒരു ശീലം മാറ്റിയത്. അതായത് ഡോക്ടർ വാൺ ചെയ്തതിനു ശേഷമാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, സലീം കുമാർ ഭയങ്കരമായിട്ടുള്ള ഒരു മദ്യപാനിയായിരുന്നു, മദ്യവെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷെ കുറെ നാളുകൾക്ക് മുന്നേ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മദ്യപാനത്തിൽ കൂടെ വന്നതല്ല, ആഹാര സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യമായിട്ട് വന്നതാണെന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് അതിനകത്തൊരു വ്യക്തതയില്ല. എന്തായാലും ഞാൻ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ഗ്രാമഫോൺ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനകത്ത് എന്തേ എന്നോടൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു മനുഷ്യരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, സലീം കുമാർ ഒഴിച്ച്. അപ്പൊ സലീം കുമാറിന് അത് കണ്ടപ്പം ഭയങ്കരമായി അങ്ങ് എന്തോ പറയണ്ട, ഭയങ്കര സങ്കടവും ഭയങ്കര പേടിയുമായി. പുള്ളി പറയുന്ന ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഒരു ദിവസം രാത്രി പാട്ട് ടി വിയിൽ അങ്ങനെ എന്ത് ഒന്നും വേണ്ടിയില്ല, അനുരാഗം മൂളും ഗന്ധർവ്വം ആ പാട്ട് അതൊക്കെ നല്ല രസമല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ആ പാട്ട് ഇത് കേട്ടിട്ട് എടുക്കാന്ന് വെച്ചത് ഞാൻ നോക്കിയപ്പോ ഞാൻ ഒഴിച്ച് വേറെ എല്ലാവരും മരിച്ചു കളയില്ല. മുരളിച്ചേട്ടൻ, ഒടുവിലുണ്ണേട്ടൻ, ഗീതാ സലാമക്ക, എരിഞ്ഞുള്ളി മൂസക്ക, പിന്നെ ഞാനാണ് ആ പാട്ടിലുള്ളത്. ഒറ്റയ്ക്ക് രാത്രി ഒറ്റയ്ക്ക് ഇരുത്താൻ എനിക്ക് വല്ലാത്ത വിഷമമല്ല, പേടിയായി. അടുത്ത് ഞാനാണ്. പുള്ളി അന്ന് പറഞ്ഞ കാര്യമാണത്. കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, ആ മൂവിയിലുള്ള ഒരു മനുഷ്യരും ഇല്ല ഇപ്പോഴും. CID മൂസ എന്ന് പറയുന്ന ഒരു മൂവി അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന സമയത്ത്, അതായത് അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോവാന്നൊക്കെയാണ് അതിന്റെ ഡയറക്ടർ വന്ന് പറയുന്നത്. പക്ഷെ പഴയ കുറച്ച് ലെജൻസ് ഉണ്ട്. ഇവരൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ആ ഒരു പടം എടുക്കാൻ പറ്റുന്നത്? നമ്മുടെ ശരിക്കും പറഞ്ഞ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇനി ഇതുപോലൊക്കെ അഭിനയിക്കുകയും ഇതുപോലൊക്കെ ആൾക്കാരെ ചിരിപ്പിക്കാനും കഴിവുള്ള ഒരു മനുഷ്യരുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൊച്ചിൻ ഹനീഫ പോയി, ഇന്നസെന്റ് പോയി, കലാഭമണി പോയി, ഇപ്പൊ സലീം കുമാർ പോയി. എത്രയോ നല്ല സിനിമാ നടന്മാരാണ് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടത് അല്ലെ. ഇവരെയൊക്കെ നമുക്ക് പേഴ്സണലി അറിയത്തില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇവരുടെയൊക്കെ പടം കണ്ടിട്ട് നമ്മളൊക്കെ ഒരുപാട് ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു മരണ വാർത്ത എന്ന് പറയുന്നത് അഫ്കോഴ്സ് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആണ്. എന്തായാലും ഈ ഒരു മരണ വാർത്തയുടെ ഇടയിൽ കുറച്ച് വായി നോക്കിയുള്ള കുറെ കമന്റ്സുകളുമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യ, ഈ ഒരാൾ മരിക്കുമ്പം ഇവന്മാരെ പോലെയുള്ള നാറികൾക്ക് എങ്ങനെ ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയും പാർട്ടി കാര്യങ്ങളാണ് ഇവന്മാര് കുത്തിക്കയറ്റുന്നത്. ഞാനിവിടെ കുറച്ച് കമന്റ്സുകൾ വായിക്കാം. ആദരാഞ്ജലികൾ. വയ്യാത്ത സമയത്തും പിണറായി വിജയനെ ട്രോളാൻ വന്നത് ഓർക്കുന്നു. അതാണ് ഏറ്റവും ഭയങ്കര സങ്കടം. അതായത് ഒരാൾ മരിച്ചു കിടക്കുവാണ്, അപ്പോഴും പിണറായി വിജയനെ ട്രോൾ ചെയ്താണ് ഇവനക്ക് ഏറ്റവും വലിയ സങ്കടം. നിനക്കൊന്നും യാതൊരുവിധ വിവരവും ബോധവും ഇല്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവസാന കാലം കുറെ നുണ പറഞ്ഞ നുണയന് വേണ്ടി ആദരാഞ്ജലികൾ. എങ്ങനെയാണ് ഒരു മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇടാൻ തോന്നുന്നത്? സലീം കുമാറിന്റെ ഫാമിലിയും ഈ പറയുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയും ഇവരൊക്കെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ആ സമയത്തും എങ്ങനെ
ഇങ്ങനെയൊക്കെ പോയി കമന്റ് ഇടാൻ തോന്നുന്നു? ഇയാൾ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് മാറ്റി വയ്ക്കുക, ഒരു സാധാരണപ്പെട്ട ഒരാളായിട്ട് കാണുക. അപ്പൊ മരണം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരാൾ മരിച്ച് കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വന്ന് ആക്ഷേപിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ നിനക്കൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, നിനക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതായത് പാർട്ടി നിന്റെയൊക്കെ തലേ കയറിയിട്ട് നിനക്കൊക്കെ എന്തോ കുഴപ്പമായിട്ട് നടക്കുക. ആദരാഞ്ജലികൾ. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശക്തമായി നിന്ന് അവസാനം പൂക്കി ഭരണം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. യവന്മാർക്ക് ഇതിന്റെയൊക്കെ പേരിൽ, ഒരാളുടെ മരണത്തിന്റെയൊക്കെ പേരിൽ എങ്ങനെയെങ്കിലും യവന്മാർക്ക് ഈ പറയുന്ന യവന്മാരുടെ എതിർ പാർട്ടിയെ കുറ്റം പറയണം, അല്ലെങ്കിൽ അവരെ കളിയാക്കണം, അല്ലെങ്കിൽ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ചീത്ത പറയണം. ഇതൊക്കെയാണ് യവന്മാരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞത്. ഈ പറയുന്ന പാർട്ടി യവന്മാർക്കൊക്കെ എന്തെങ്കിലും എടുത്തു വെച്ചു കൊടുക്കൂ? പിണറായി വിജയന്റെ വീട്ടില് ED റെയ്ഡ് വന്ന സമയത്ത് കുറെ അമ്മമാര് ചെന്ന് അടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവിടെ അകത്ത് കിടക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്താ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നു. ഇപ്പോഴും അതിനകത്ത് കിടക്കുക. അപ്പൊ അതേപോലെ പാർട്ടിക്ക് വേണ്ടി കൂലിപ്പണി എടുക്കുന്നവന്മാരാണ് ഇങ്ങനെ വന്നിട്ട് നീ കമന്റ് ഇടുന്നത്. ബോധവും വിവരമുള്ളവരാരും വന്ന് ഇങ്ങനെ ചെയ്യത്തില്ല. ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ പാർട്ടിയിൽ എത്രയോ ബോധവും വിവരമൊക്കെ ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ട്. അവരെയും കൂടെ നീയൊക്കെ എന്തിനാണ് ചീത്തപ്പേര് കേൾപ്പിക്കുന്നത്? പോണ പോക്കിൽ സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടാ പോയത്. എന്തായാലും ആദരാഞ്ജലികൾ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഓരോ മനുഷ്യന്മാരുടെയൊക്കെ ഒരു മെന്റാലിറ്റി. പൂക്കി ഭരണത്തിന് വേണ്ടി നിലകൊണ്ട് ഭരണം ഒന്ന് ആസ്വദിച്ച് വരുന്നതിന് മുമ്പേ പോയി. ആദരാഞ്ജലികൾ. ഇത്രയും വിവരം കെട്ട ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഇത്രയും പ്രൊഫൈലുകൾ ഉണ്ടല്ലോ. ഇവനൊക്കെ എന്തോ കാര്യമായ പ്രശ്നമുള്ളവന്മാരാ. പകുതിയും ഫേക്ക് IDs ആണ്. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കമന്റ് ഇടുന്നത്. അവരുടെയൊക്കെ വീട്ടുകാരൊക്കെ കാണുമ്പോൾ എന്തോ പറയും. സലിംകുമാറിന്റെ മകനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഒരു ഫേസ് ഒന്ന് കാണണം. നമുക്കതിനെ കാണുമ്പോൾ സങ്കടം വരുന്നു. എന്തായാലും ഇത്രയും കമന്റ്സേ ഞാൻ വെക്കുന്നുള്ളൂ. ഇനിയും ഉണ്ട് ഒരുപാട്. എല്ലാ എണ്ണത്തിനും ചൊറിച്ചിൽ തന്നെ. ഈ ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു, ഞങ്ങളുടെ പിണറായി വിജയനെ പറഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങൾ കരച്ചിലും ബഹളമാണ്. കുറെ വിവരം കെട്ട നാറികൾ. എന്തായാലും പുള്ളിക്കാരൻ മരണത്തെ പറ്റി പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് ഞാൻ അവിടെ വെക്കാം. എനിക്കറിയാം എന്റെ യാത്ര എവിടേക്കാണെന്നുള്ളത്, വ്യക്തമായിട്ട് അറിയാം എവിടേക്കാണെന്നുള്ള യാത്ര. ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവിടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. അപ്പൊ എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാവുന്ന കാലം വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉറുമ്പിനെ പോലും നമുക്ക് വിളിക്കാൻ പറ്റും. വളരെ സത്യമാണ്. കാര്യം നമ്മൾ എത്ര വെട്ടിപ്പിടിച്ചെന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു നിമിഷം മതി ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. നമ്മൾ ഈ പറയുന്ന ഒരു വലിയ രീതിയിൽ അഹങ്കരിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ഇവിടെ നീയൊക്കെ വന്ന് ഇങ്ങനെ വന്നിരുന്ന കമന്റ് ഇടുമ്പോൾ മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, മനസ്സിലായ? അത് നീയൊക്കെ നിനക്കൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ നിന്റെയൊക്കെ ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അന്നേരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അന്ന് എനിക്ക് മനസ്സിലായി ജീവിതം ചെറിയുള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ICU ഇരുന്ന് ആ 3 ശബ്ദത്തിൽ ഇരുന്നതിനേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ജീവിതം. അപ്പൊ ഇതൊരു ടൂർ വന്നേക്കണോ? ഓട്ടോന്റെ കലറിൽ വെച്ചിട്ടില്ലേ, ഇവിടെ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു, അത്രേ ഉള്ളൂ. ആ സന്ദർശനം ഗംഭീരമാക്കാം. ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്, അതിന് ഞാൻ വിജയിച്ചിട്ടുണ്ട്. ആളുകളെയൊക്കെ ചിരിപ്പിച്ച് ഒരാളെ ഞാൻ ദുഃഖിപ്പിച്ചിരുന്നു. സത്യമാണ്. കേരളത്തിലുള്ള ഓരോ കേരളം മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള ഓരോ ആൾക്കാരെയും നിങ്ങളുടെ കോമഡി കാണിച്ച് നിങ്ങൾ ചിരിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഴിവാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇല്ലാത്ത ഒരു സാധനം. പുള്ളിയുടെ വീഡിയോ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ ചെന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. അതിനകത്ത് മൈക്കിൾ ജാക്സന്റെ ഒരു വേഷം കെട്ടിയിട്ട് പുള്ളിയുടെ കുറെ സീൻസുകളുണ്ട്. ഞാൻ പറയാതെ തന്നെ ആ സീൻസൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ റിപ്പീറ്റഡ്ലി കാണുന്ന കുറെ കോമഡി സാധനങ്ങളാണ്. പുലിവാൽ കല്യാണം ആയിക്കോട്ടെ, തിളക്കം എന്ന് പറയുന്ന മൂവിയിലെ കോമഡികളായിക്കോട്ടെ, പിന്നെ കിളിച്ചുണ്ട മാമ്പഴം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള കോമഡികൾ, അങ്ങനെ പല പല കോമഡികളുണ്ട് സലീംകുമാറിന്റെ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും കുറെ അമ്മമാർക്ക് ഇനി ശരിക്കും ഞാൻ കുരു പൊട്ടിച്ചു തരാം. മുഖ്യമന്ത്രി VD സതീശനെ ഒരു സ്വീകരണം കൊടുത്ത സമയത്ത് സലീംകുമാർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അവസ്ഥ നിലയിലും, അതായത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. പുള്ളിക്കാരൻ വന്നിട്ട് VD സതീശനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിനക്കൊക്കെ നല്ല രീതിയിൽ അങ്ങ് കുരു പൊട്ടും. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. ഒരു
പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ നൽകി. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടിട്ട് നിനക്കൊന്നും കുരുകൂട്ടേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? ഇത് ഈ സലീംകുമാർ പറഞ്ഞ ഈ ഒരു വാക്കുകളിനകത്തോട്ട് കേരളത്തിലുള്ള ഒട്ടുമിക്കപ്പെട്ട ആൾക്കാർ യോജിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഇതൊക്കെയാണ് നീ പറയുന്നത്, അയ്യോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ട്രോൾ ചെയ്യുന്നത്. ഒരാൾ മരിച്ചിടക്കുമ്പോൾ പോലും നിനക്കൊന്നും അതിൻ്റെ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നീയൊക്കെയാണോ ഒരു മനുഷ്യന്മാര്? കുറെ പരമനാറികൾ. എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയുന്നില്ല, ആ പാർട്ടിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഇത്ര നല്ല എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും ഈ പാർട്ടിയിൽ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. അവരൊന്നും ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും കാണിക്കാറൊന്നുമില്ല. പക്ഷെ നിന്നെ പോലെയുള്ള കുറച്ച് വിവരം കേട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വന്നിട്ട് നീ കമന്റ് ഇടുന്നത്. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കരുതുക. നേരെ ഓപ്പോസിറ്റ്. 102 സീറ്റില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ സീറ്റുകൾ വന്നാൽ സതീഷ് ചേട്ടന്റെ അവസ്ഥ എന്തായിരുന്നേനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ട് എന്റെ ഭാവി പോലും കണക്കാക്കാതെ അദ്ദേഹം എടുത്ത വെല്ലുവിളികൾ, അതിന് അഭിനന്ദിക്കാതെ വയ്യ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് 100 സീറ്റ് കിട്ടും 100 സീറ്റ് കിട്ടുമെന്ന് എല്ലാ പ്രചരണ സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വി സതീശൻ എന്ന നേതാവിന്റെ ഒരു ചങ്കൂറ്റം കൊണ്ടായിരുന്നു. മനോരമയിൽ പത്രത്തിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ പരിചയമുള്ളതിന്റെ പേരിൽ ഒരു ഓർമ്മ ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ മറ്റൊന്നാളത് വന്നെങ്കിൽ ഇന്ന് പറയുന്ന വാക്കുകൾ കേട്ടില്ല, വളരെ ഷാർപ്പായിട്ട് പുള്ളിയുടെ നിലപാടുകളും പുള്ളിയുടെ ഇഷ്ടമാണ്. പുള്ളി ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏത് പാർട്ടി ഇഷ്ടപ്പെടണം എന്നുള്ളൊരു കാര്യം അല്ലേ. പുള്ളിക്കാരന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനെ ഇങ്ങനെ എല്ലാവരും കൂടെ കൂഷിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മരിച്ചു കിടക്കുമ്പോൾ പോലും ഈ മനുഷ്യനെ കളിയാക്കാൻ കാണിക്കുന്ന നിന്റെയൊക്കെ മനസ്സ്, അതാണ് എനിക്കിവിടെ നിന്നോടൊക്കെ സത്യം പറഞ്ഞാൽ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയാണ് സലീംകുമാറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സലീമേട്ട. നിങ്ങളെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്താണെന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും.